വിശദമായ വാർത്തകളിലേക്ക്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ വിഷയം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജില്ലാ കലക്ടർ നിർബന്ധമായും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന് ഉയരുന്ന പുക 2 ദിവസത്തിനകം ശമിപ്പിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. കൊച്ചി നഗരത്തിൽ പലയിടത്തും ഇപ്പോഴും കനത്ത പുകയാണ്. ജനജീവിതം ദുസ്സഹമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറോട് ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് കൊച്ചിയിലെ നിലവിലെ സാഹചര്യം? കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. കോടതിയിൽ നിന്ന് എന്ത് നടക്കുമെന്നാണ് വിചാരിക്കുന്നത്? വിവരങ്ങൾ. കോടതിയിൽ കളക്ടറോട് നേരിട്ട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ച നടപടികൾ വ്യക്തമാക്കാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷനോടും അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് കേസ് പരിഗണിക്കുമ്പോൾ അവർ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് ജില്ലാ കളക്ടറോട് കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരാക്കാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഇന്ന് അവരോട് കളക്ടറോട് നേരിട്ട് തന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുക ഉയരുന്ന സാഹചര്യം അതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം. ജില്ലാ കളക്ടർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് 2 ദിവസം കൊണ്ട്, അതായത് ഇന്നും നാളെയും കൊണ്ട് പുക പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കാൻ കഴിയും. അതിന് തക്കതായ പര്യാപ്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അറിയിച്ചിരുന്നു. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതലായി വേണ്ടിവരുന്നു. ഇന്നലെ കളക്ടർ നടപടിയിലൂടെ 10 എണ്ണം കളക്ടറുടെ നടപടിയിലൂടെ പിടിച്ചെടുത്തുകൊണ്ട് ഇവിടേക്ക് ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ നടപടികൾ തുടർന്നു വരികയാണ്. ഈ കാര്യങ്ങളടക്കം നേവിയും വ്യോമസേനയും അടക്കം അവിടെ പുക നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഈ കാര്യത്തിൽ വരികയാണ് എന്നത് തന്നെയാണ്. ഇതിൽ മലിനീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, അതിന്റെ സംസ്കരണം, ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ഒരു നിർദ്ദേശവും അതോടൊപ്പം തന്നെ നിരീക്ഷണവും ഇനിയുള്ള സമയത്ത് ഉണ്ടാകും. ഏത് പദ്ധതിയാണ് നടപ്പാക്കുന്നത്, അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അമിക്കസ് ക്യൂറി അടക്കം നിയോഗിക്കാൻ തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള പോക്കിൽ കോർപ്പറേഷൻ മാത്രമല്ല മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജന കാര്യങ്ങൾ കൂടി കോടതിയുടെ ഒരു നേരിട്ട ഇടപെടലിന് തന്നെയാണ് സാധ്യതയുള്ളത്. തന്നെയാണ് അത്തരത്തിലൊരു കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കാം ഒരുപക്ഷെ നൽകുന്നത്? ഇന്നിപ്പോൾ കലക്ടർ കൂടി ഹാജരാകുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇതിനൊരു പോംവഴി എന്നതിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? പൂർണ്ണമായും അത് തന്നെയാണ്. കാരണം എന്താണ് ഇതിന്റെ പോംവഴി എന്നത് തന്നെയാണ് കൂടുതലായും തന്നെ അന്വേഷിക്കുന്നത്. ഇതിൽ ജനങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടേണ്ടത്? ബ്രഹ്മപുരം വിഷയം കൊണ്ടുവരുന്ന വലിയ രീതിയിലുള്ള പ്രത്യേകത. ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. 2 ദിവസത്തിനകം അത് ശമിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇന്നിപ്പോൾ ഹൈക്കോടതി വീണ്ടും വിഷയം പരിഗണിക്കുന്നുണ്ട്. ജില്ലാ കലക്ടർ കോടതിയിൽ ഹാജരായേക്കും. മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള തീവ്ര ശ്രമം ഇപ്പോഴും തുടരുകയാണ്.